നമസ്കാരം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2025 KHC ഓൺലൈനിൽ 7334 റിപ്പോർട്ട് ചെയ്തു വന്ന ഒരു ജഡ്ജ്മെൻറ്റ്. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 16, 2025 ആണ്. പാർട്ടീസിൻ്റെ പേര് സരസ്വതി ദേവി വേഴ്സസ് സന്തോഷ് സിംഗ്. സരസ്വതി ദേവി വേഴ്സസ് സന്തോഷ് സിംഗ്. ഈ കേസ് വായിച്ചപ്പോഴത്തേക്കാണ് എൻ്റെ അറിവിലേക്ക് ഈ ലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പെർപ്പച്വൽ ഇൻജങ്ഷൻ, മാൻഡേറ്ററി ഇൻജങ്ഷൻ ഈ സംഗതികളെ സംബന്ധിച്ചുള്ള ഒരു അറിവ് ലഭിക്കുകയും അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഉപോദ്ബലകമായ സംഗതി എന്ന് പറയുന്നത് ഒരു പെർപ്പച്വൽ ഇൻജക്ഷൻ, അതായത് ഒരു ശാശ്വത നിരോധനം വാദി സമ്പാദിക്കുകയും അത് ബ്രീച്ച് ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ് കോടതിയിൽ വരുന്നത്. ആ എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ് കോടതിയിൽ വന്നപ്പോൾ അവിടെ ലിമിറ്റേഷൻ്റെ ഒരു തർക്കം പറഞ്ഞ് താഴത്തെ കോടതിയും, അതായത് എക്സിക്യൂഷൻ കോടതിയും തുടർന്ന് ഹൈക്കോടതിയും ഈ എക്സിക്യൂഷൻ പെറ്റീഷൻ തള്ളുകയും തുടർന്നാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് വന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു വിധിയുണ്ടായാൽ അതിൻ്റെ എക്സിക്യൂഷൻ്റെ പീരീഡ് 12 വർഷം എന്നാണ്. അപ്പോൾ ആ ഒരു ധാരണയിൽ മാറ്റം വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് യഥാർത്ഥത്തിൽ ഇതൊരു ജഡ്ജ് മെയ്ഡ് ലോ ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത് നമുക്ക് ലിമിറ്റേഷൻ ആക്ട് 1963 നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് ആർട്ടിക്കിൾ 135, 136 എന്നിവയാണ് ലിമിറ്റേഷൻ, പെർപ്പച്വൽ ഇൻജക്ഷൻ്റെയും മാൻഡേറ്ററി ഇൻജക്ഷൻ്റെയും ലിമിറ്റേഷനെ കുറിച്ച് പറയുന്നത്. 135 പറയുന്നത് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് എ ഡിഗ്രി ഗ്രാൻഡിങ് എ മാൻഡേറ്ററി ഇൻജക്ഷൻ 3 വർഷമാണ്. എന്നാൽ 136 ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് എനി ഡിഗ്രി ഓർ ഓർഡർ ഓഫ് എനി സിവിൽ കോർട്ട്, അതിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് 12 വർഷമാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായാൽ അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഓർഡർ ലിമിറ്റേഷൻ പീരീഡ് 12 വർഷമാണ്. എന്നാൽ മാൻഡേറ്ററി ഇൻജക്ഷനെ സംബന്ധിച്ച് അത് 3 വർഷമാണ്. എന്നാൽ അതിൻ്റെ മൂന്നാമത്തെ കോളത്തിൽ ആ പ്രൊവൈസോയിൽ പറയുന്നു, provided that an application for the enforcement of execution of a decree granting a perpetual injunction shall not be subjected to any period of limitation. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് whether principle of res judicata applies to subsequent execution petitions filed for the fresh breaches of a permanent injunction. ഒരു പെർമനൻറ്റ് ഇൻജക്ഷൻ കിട്ടി അതിലൊരു ഫ്രഷ് ബ്രീച്ചസ് വന്നാൽ പോലും റെസ് ജുഡിക്കേറ്റ എന്ന് പറയുന്നത് പെർപ്പച്വൽ ഇൻജക്ഷനെ സംബന്ധിച്ച് ബാധകമല്ല. അതൊരു കണ്ടിന്യൂയിങ് ബ്രീച്ച് ആണെങ്കിൽ ആ പെർപ്പച്വൽ ഇൻജക്ഷൻ ആ കണ്ടിന്യൂയിങ് ബ്രീച്ചിൻ്റെ ഭാഗമായിട്ട് മുൻപ് ഒരു എക്സിക്യൂഷൻ കൊടുത്തു, അതിൽ സാറ്റിസ്ഫാക്ഷൻ റെക്കോർഡ് ചെയ്യുകയോ നോട്ട് പ്രസ് ചെയ്യുകയോ ചെയ്താലും പുതിയ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുന്നതിന് തടസ്സമില്ല. അതുപോലെ തന്നെ ഈ പെർപ്പച്വൽ ഇൻജക്ഷൻ കണ്ടിന്യൂ ചെയ്യും ഫോർ എവർ. അതിൻ്റെ ലിമിറ്റേഷനോ ടൈം ബാറോ ബാധകമല്ല. അത് സക്സസേഴ്സിനെതിരെയും ആ പെർപ്പച്വൽ ഇൻജക്ഷൻ അതിൻ്റെ വയലേഷൻ ഉണ്ടായാൽ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം.